കൊച്ചിയിലെന്നല്ല, മഹാനഗരങ്ങൾ, കൊച്ചി ആകട്ടെ, കൽക്കട്ട ആകട്ടെ, ചെന്നൈ ആകട്ടെ, മുംബൈ ആകട്ടെ, ബാംഗ്ലൂർ ആകട്ടെ, തുടങ്ങിയ മഹാനഗരങ്ങളിൽ ഇപ്പോഴത്തെ പുതിയ തലമുറ, അതായത് യൂത്ത് എന്ന് പറയുന്ന ടീനേജ്, അവരുടെ കൾച്ചർ ഇതിനെപ്പറ്റി മാഡത്തിന് എന്താണ് വ്യക്തിപരമായി ഒരു കുട്ടികളുടെ 2 കുട്ടികളുടെ മദറാണ് താങ്കൾ, കുട്ടികളുടെ അമ്മ എന്ന നിലയ്ക്ക് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? എൻ്റെ സഹോദര, ഡൽഹിയും ബോംബെയും കൽക്കട്ടയും മദ്രാസൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് ഒരു അസുഖമുണ്ട് മലയാളികൾക്ക്, വടക്കു നോക്കിയന്ത്രം. അവിടെ എന്ത് നടന്നാൽ നമുക്ക് എന്താ? നമ്മളുടെ കൊച്ചിയിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം. മനസ്സിലായി. ഞാനൊരു തമാശയായിട്ട് അതിന്റെ തുടർച്ചയാന്ന് പോലും പറയാൻ പറ്റില്ല. മഹാനഗരങ്ങൾ ഇത്രയും വൃത്തികേട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു കഥയല്ല, നടന്ന കാര്യം പറയട്ടെ. മന്ത്രി രാജീവ് പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. പറഞ്ഞോട്ടെ, കഥ എന്ന് പറഞ്ഞോട്ടെ. കഥയല്ല, നടന്ന കാര്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾക്ക് ഒരു പേടിയുമില്ലാണ്ട് രാത്രി നടക്കാൻ പറ്റുന്ന ഒരു നഗരം കൊച്ചിയാണ്. ഇവിടെ രാത്രി 2 മണിയാവട്ടെ 3 മണിയാവട്ടെ സ്ത്രീകൾ വളരെ കൊച്ചി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കൊച്ചി പേരിൽ തന്നെയാണ് പറഞ്ഞത്. അത്രമാത്രം ഇവിടെ സ്ത്രീകൾക്ക് ഫ്രീഡം ഉണ്ട്, അവർക്ക് ധൈര്യത്തോടെ എവിടെ വേണമെങ്കിലും നടക്കാം, ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ വിലയേറെ അഭിപ്രായത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അല്ല, അതാണ് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ എനിക്കൊരു ചാൻസ് തരുമല്ലോ. ഇങ്ങനെ ഈ നമുക്ക് ആ ഇൻവിറ്റേഷൻ ലിസ്റ്റിൽ എനിക്കും ചാൻസ് ഉണ്ട് പ്രസംഗിക്കാൻ. ഞാനും ഡയസിലായിരിക്കില്ല. അപ്പൊ എന്റെ ചാൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം പോയി കഴിഞ്ഞു, മന്ത്രിയാണല്ലോ, അദ്ദേഹത്തെ അടുത്ത മീറ്റിംഗിലേക്ക് പോകണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, മന്ത്രി പോയി കഴിഞ്ഞു, എന്നാലും എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ കേൾക്കണം എന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അവസാനത്തെ കൂടെയായിരുന്നു മാഡത്തിന്റെ അന്ന്? അല്ല, സ്റ്റേജിൽ അവസാനത്തെ കൂടല്ല, അതിന് താഴെയും വേറെ ആൾക്കാരുണ്ട്. ഇത് ഒരു പത്രത്തിന്റെ തന്നെ ഒരു പരിപാടിയായിരുന്നു. ഞാൻ കൗൺസിലർ എന്ന നിലയിൽ എന്നെ വിളിച്ച കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ 2 മണിക്കും 3 മണിക്കും നടക്കുന്ന പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ ബോധമില്ല. അവർ 2 ആൺകുട്ടികളുടെ കഴുത്തിൽ തൂങ്ങി ചരസിന്റെയും കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരിയിൽ ഉപയോഗിക്കപ്പെടാനായിട്ട് കൊണ്ടുപോകുന്ന കുട്ടികളാണ്. ഇവിടെ തന്നെ എത്രയോ ഗർഭഛിദ്രങ്ങൾ നടക്കുന്നു. നമുക്കറിയാം. ഞാൻ കൗൺസിലർ എന്ന നിലയിൽ കോർപ്പറേഷനിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഡിവിഷനിൽ ഇരിക്കാനുള്ള കസേരകൾ വേണ്ട. കാരണം അവിടെ ഇരിപ്പല്ല നടക്കുന്നത്, കിടപ്പും ബെഡ്റൂം സീൻസുമാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മന്ത്രി പോയെങ്കിലും ഞാൻ പറയുകയാണ്, 2 മണിക്കും 3 മണിക്കും സ്ഥിരബുദ്ധിയുള്ള ഒരു യുവതിയും ഒരു സ്ത്രീയും ഈ കൊച്ചി നഗരത്തിൽ കൂടെ നടക്കൂല. നടന്നാൽ പിറ്റേ ദിവസം അവർ ഉപയോഗിക്കപ്പെട്ട് എവിടെയെങ്കിലും കിടക്കും. എൻ്റെ ഒരു ഡിവിഷനിൽ ബാങ്കിൽ നിന്ന് ഹൈ ലെവലിൽ റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞത്രേ, വൈകുന്നേരം അമ്പലത്തിൽ പോണേ കൊള്ളാം, തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മുല്ലപ്പൂ മാല അങ്ങനെയുള്ളതൊക്കെ കാറിൽ തന്നെ വെച്ചോളൂ, വീട്ടിൽ വെച്ചിട്ട് വച്ചാൽ മതി. അല്ലെങ്കിൽ നീ നടന്നാണ് വരണമെങ്കിൽ നീ ആരുടെങ്കിലും നിന്നെ പിടിച്ചു കൊണ്ടുപോകും. എൻ്റെ കൂടെ വന്ന എൻ്റെ മരുമകളെ പിടിച്ച് നിന്നെ ഒരു ദിവസത്തേക്ക് എത്രയാ ചാർജ് എന്ന് ചോദിച്ചിരിക്കുന്ന ആലോചിച്ച് നോക്കും. ഞാനൊന്ന് അങ്ങോട്ട് നീങ്ങിപ്പോയി. ഈ സെക്സ് വർക്കേഴ്സിന്റെ അടുത്ത് വഴക്കൂടാൻ വേണ്ടി നീങ്ങിപ്പോയപ്പോൾ അവളുടെ കൈ പിടിച്ച് വരുന്നോ, എത്രയാണ് ചാർജ് വെച്ചാൽ ആ കുട്ടി അമ്മായി എന്ന് പറഞ്ഞ് ഓടി വരിക. ഇനിയാണ് സെക്സ് വർക്കേഴ്സ് തമ്മിൽ പുരുഷന്മാർക്ക് വേണ്ടി യുദ്ധം നടന്നിട്ട് അവള് കടിച്ചെടുത്തു, ഇവിടെ എടുത്ത് പോലീസ് ഇതാക്കുന്നു. ഞാൻ മേയറോട് പറയും, മേയറെ ചിന്മയാനന്ദ റോഡ് എന്നാണ് അതിന്റെ പേര്, അതായത് ജോസ് ജംഗ്ഷൻ എന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അദ്ദേഹം അവിടെ ഇരുന്ന് ഞെരിപിരി കൊള്ളുമായിരിക്കും. ചിന്മയാനന്ദൻ ഏറ്റവും മഹത്തായ സന്യാസി അല്ലെ. മേയർ അതിന് പേര് മാറ്റി റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ഇടുകയാണെങ്കിൽ അവിടെ ഒതുങ്ങിക്കോളും. ഓരോ പില്ലറുണ്ട് മെട്രോ പോണെ. മെട്രോ 671 അഞ്ചു അല്ല, ഞാൻ പേര് വെറുതെ പറയാനാണ്. 672 മഞ്ജു, അതിന്റെ അപ്പുറത്ത് കിഞ്ചു, എഞ്ചു എന്നൊക്കെ പറഞ്ഞ് പേരിലിട്ടങ്ങൾ നിൽക്കുകയാണ് അവര്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ എന്തിന് ഞങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു പ്രവർത്തക, കാൻഡിഡേറ്റ് പോലും ആയിരുന്ന സ്ത്രീയാണേ. അവരെ ഒരാൾ വൈകുന്നേരം വരുമ്പോൾ അവര് വീണ്ടും കുറച്ച് മാറിയിട്ട് സ്കൂട്ടറിൽ വന്ന് കൈ പിടിച്ചിട്ട് പറയുന്നു, റൂം എടുത്തിട്ടുണ്ട് വരുന്നോന്ന്. അവരെങ്ങനെ കുതിറി മാറി ഓടിയെന്ന് എന്നോട് എപ്പോഴും കാണുമ്പോൾ എന്റെ ചേച്ചി രാത്രി ഒന്നും പോവല്ലേ ചേച്ചി. എനിക്ക് ഒരു പേടിയില്ല, ഇത്ര വയസ്സായില്ല എനിക്ക്. ചേച്ചി കണ്ട വയസ്സ് തോന്നൂല ചേച്ചി, ചേച്ചി പോവല്ലേ ചേച്ചി, ചേച്ചി പോവല്ലേ ചേച്ചി. പറയുന്നതാരാ? കമ്മ്യൂണിസ്റ്റിന്റെ കാൻഡിഡേറ്റ് ആയിരുന്ന സ്ത്രീ. അവരെയാണ് കൈ പിടിച്ച്, അവര് 10-25 വയസ്സായ മകനുമുണ്ട്, കൈ പിടിച്ച് നിർത്തി പറയുന്നു റൂം എടുത്തിട്ടുണ്ട് വരുന്നോന്ന്. എന്നിട്ട് മഹാനഗരം
നരകം, നരകം. മഹാനരകത്തിലെ കഥയാണ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, എല്ലാ റെസിഡൻസ് അസോസിയേഷനെയും കൂടെ ഒത്തുചേർത്ത് നല്ലൊരു DCP ആയിരുന്നു സുദർശൻ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തെയും കൂടെ വിളിച്ച് ACP ഒക്കെ കൂടെ വന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തി. അവരുടെ നേതൃത്വത്തിൽ അവർ റെയ്ഡ് നടത്തി 3-4 കെട്ടിടങ്ങളിൽ നിന്ന് പിടിച്ച് കൊണ്ടുപോയപ്പോൾ കുറച്ചു നാളത്തേക്ക് ഒരു ആശ്വാസം. എന്തിന്? ഞങ്ങളുടെ ഹരിതകർമ്മ സേനാംഗങ്ങള്, അതായത് വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്തത് ചെറിയ ഇടിഞ്ഞു പോകുന്നൊരു സ്ഥലമുണ്ട്. വൈകുന്നേരം ആണെങ്കിൽ അവരാണ്, ഈ പെണ്ണുങ്ങളാണ് അവിടെ ഇരിക്കുന്നത്, അവർക്ക് കുപ്പിയിൽ വെള്ളം കൊണ്ട് കൊടുക്കുന്നു, അതുകൊണ്ട് കൊടുക്കുന്നു. മാമന്മാരായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, എങ്ങനെ അവിടെ കൂടെ ആൾക്കാർ പോകും? ഇങ്ങനെ കഞ്ചാവാണെങ്കിലോ എത്ര പ്രാവശ്യം ഞങ്ങൾ പോലീസിനോട് അവരോടൊക്കെ പറഞ്ഞു. ഞാൻ തന്നെ എടുത്ത് എന്റെ വീഡിയോയിൽ കാണിച്ചു കൊടുക്കണ്ട, നോക്കൂ 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 എന്നും പറഞ്ഞിട്ട്. SRV സ്കൂൾ തൊട്ടടുത്തുള്ള ആൺകുട്ടികളുടെ സ്കൂളാണ്. അവിടുന്ന് വരുന്ന കൊച്ചു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ വായില് ഇത് തേച്ചു കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അഡിക്ഷൻ ആവില്ലേ? വീട്ടിൽ പോയി കാശ് ചോദിക്കും മുട്ടായി മേടിക്കാനാന്ന് പറഞ്ഞ് ചിലർ കൊടുക്കും, 2-3 ദിവസം കൊടുക്കില്ല, കട്ടെടുക്കാൻ തുടങ്ങും. പിന്നെ വീട്ടിൽ ബഹളാവില്ലേ? എന്താണ് ഇവിടെ നടക്കുന്നത്? എത്ര പ്രാവശ്യം ഇവര് വന്ന് 250 രൂപ ഇവരുടെ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റേതെന്ന് ഇവരെ നിരോധിത പാൻ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അരമണിക്കൂറും പിന്നെ അവിടെയുണ്ട്. ഇത് മുഴുവൻ ഞങ്ങൾ ലിസ്റ്റാക്കി കൊടുത്തു. ഈ DCP സുദർശൻ സാർ റെയ്ഡ് നടക്കുന്നത് എനിക്ക് 25 കിലോ കഞ്ചാവാണ് എന്റെ ഡിവിഷനിൽ നിന്ന് പിടിച്ചത്. മേഡം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ തടയേണ്ട ഡിപ്പാർട്ട്മെന്റുകളൊന്നും ആക്റ്റീവ് അല്ലെന്നാണോ പറഞ്ഞത്? എന്ന് പറയേണ്ടി വരും. കാരണം എത്ര പ്രാവശ്യം നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു, എത്ര പ്രാവശ്യം നർക്കോട്ടിക്സ് ACPയുടെ തലത്തിൽ പോയി, എത്ര പ്രാവശ്യം ഞങ്ങൾ പോലീസുകാരോട്. അവർ പറയുന്നു ഇവർക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നാ തോന്നുന്നത്. ഞങ്ങൾ ഇവരെയും കൊണ്ട് ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ തന്നെ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ സാധനങ്ങളുണ്ട്, ആളുണ്ട്, സാധനങ്ങളില്ല. അങ്ങനെ ഏത് കോമ്പിനേഷൻ ആവാം. ആള് നിൽക്കുന്നുണ്ടാവും, സാധനങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാധനങ്ങൾ ഉണ്ടാവും, ആളുണ്ടാവില്ല. മൊത്തത്തിലൊരു മായാവി കളിയാണ്, ഒരു കളിയാണ്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഇതൊക്കെ പറഞ്ഞ എന്റെ വേണ്ട പറയുന്നില്ല. പറഞ്ഞു. ഒരു ദിവസം ഞാനിങ്ങനെ നടപ്പാടല്ലോ, പണ്ട് റിപ്പോർട്ടർ ആയതുകൊണ്ട് ഇപ്പോൾ അതാണെന്നാണ് വിചാരിച്ചത്. നടപ്പാണ് കേട്ടോ. VKC പാദരക്ഷയുടെ അടുത്ത പരസ്യത്തില് എന്നെ വെച്ചാൽ അങ്ങനെ നടപ്പാണ്. ചെരുപ്പ് കഴിയൂല എന്ന് പറഞ്ഞാണല്ലോ പരസ്യം. നോക്കുമ്പോ ഗേൾസ് ഹൈസ്കൂളിലെ യൂണിഫോമിലെ ഒരു പെൺകുട്ടിയെ ഒരു ചെക്കൻ കൈ പിടിച്ച് വലിക്കണം. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞു. ചടി വിളിഞ്ഞ് എന്താടാ കാണിക്കണേ? ഇതെന്റെ അനിയത്തിയാണ്. അനിയത്തിന് കൈ പിടിച്ച് വലിക്കുന്നത് എന്തിനാ? ഒരു ചേട്ടനാണെങ്കിൽ ഇങ്ങനെ എന്തിനാ വലിക്കുന്നത്? അല്ല, പരീക്ഷയായിരുന്നു മാഡം. അപ്പൊ പരീക്ഷ കഴിഞ്ഞ് അമ്മ പറഞ്ഞു അവളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണമെന്ന്. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ചാനലിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ കേട്ടുള്ളത്. പറയുന്നു.